മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ PSC ചർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ജാർഖണ്ഡ് സർക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മൂന്നാം ഘട്ട ചർച്ചയും പരാജയം. CBI അന്വേഷണം സർക്കാർ അംഗീകരിച്ചില്ല. പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവും തള്ളി. വിദ്യാർത്ഥി പ്രതിഷേധം കനത്തതോടെ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ രാജിവെച്ചു. അജിത ഭട്ടാചാര്യ, അരിമ ഹൻസ്ഡ, ജമാൽ അഹമ്മദ് എന്നിവരുടെ രാജിയാണ് സ്വീകരിച്ചത്. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, മൂന്നാം ചർച്ചയും പരാജയം. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ച? ആര്യ, വെള്ളിയാഴ്ച ചർച്ച നടത്തി, ഇന്നലെ ചർച്ച നടത്തി, ഇന്ന് ചർച്ച നടത്തി. ഇന്ന് ചർച്ച സമവായത്തിലേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ചർച്ചയും സമവായത്തിലെത്തിയിട്ടില്ല. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ 3 റൗണ്ട് ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് സർക്കാർ അറിയിച്ചതോടുകൂടിയാണ് പ്രതിഷേധം തുടരാനുള്ള വിദ്യാർത്ഥികളുടെ തീരുമാനം. 14ാമത് JPSC പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണം. വിശദമായിട്ടുള്ള അന്വേഷണം അത് CBIയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം എന്നതാണ് പറയുന്നത്. പക്ഷേ 90 ദിവസത്തിനുള്ളിൽ CID പ്രഖ്യാപിച്ച് അന്വേഷണം നടത്താമെന്നാണ് സർക്കാർ നിലപാട്. പരീക്ഷാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാം എന്നത് മാത്രമാണ് നിലവിൽ സർക്കാർ പറയുന്നത്. അല്ലാതെ ഈ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത്രയും ദിവസം നിരാഹാര സമരം ഇരുന്ന് CJP പ്രക്ഷോഭത്തിന് സമാനമായ ഒരു സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധം അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും ജാർഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിനകത്തൊരു എതിർപ്പ് അറിയിച്ചിട്ടും ഹേമന്ത് സോറൻ സർക്കാർ മറ്റൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. JPSC അംഗങ്ങളോട് അത് രാജിവെക്കാനായിട്ട് നിർദ്ദേശം അത് മുഖ്യമന്ത്രി തന്നെ നൽകി. JPSCയിലെ 3 അംഗങ്ങൾ രാജിവെച്ച ആ രാജി ഔദ്യോഗികമായി ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടക്കുന്നു. മാർച്ചിന് മുന്നോടിയായിട്ട് പോലീസ് ബാരിക്കേഡിന് പുറമെ മുള്ളുവേലികൾ കൂടി ഇപ്പോൾ റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തെ നേരിടാൻ പോലീസും ഒരുങ്ങുന്നു. അങ്ങനെ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ജാർഖണ്ഡിൽ CJP മോഡൽ അത് ആവർത്തിക്കുന്നു. ആര്യ, YS അഭിനന്ദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.